എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊരു റിവ്യൂ ഒരു ഫിലിമിൻ്റെ OTT ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള മാർക്കോ എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഒപ്പീനിയൻ പങ്കുവെക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അതിൻ്റെ ഒപ്പീനിയൻ ഓൾറെഡി ഞാൻ മുമ്പ് തിയേറ്ററിൽ വന്ന സമയത്ത് കണ്ട സിനിമയാണ്. ആ സമയത്ത് ഞാൻ അതിൻ്റെ ഒപ്പീനിയൻ ഞാൻ പങ്കുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വന്നിരിക്കുന്നത് മാർക്കോ എന്ന് പറഞ്ഞ സിനിമേൻ്റെ മൊത്തത്തിലുള്ള വീണ്ടും OTT വന്നതിന് ശേഷം എനിക്കും തോന്നിയ ചില കാര്യങ്ങൾ, ചിലപ്പം കുറച്ച് സ്പോയിലേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലും ഒരു ഡീറ്റെയിലിംഗ് വീഡിയോ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എന്തായാലും പറഞ്ഞു പോകുമ്പം അതിൻ്റെ മറ്റുള്ള കാസ്റ്റും ക്രൂവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയണമല്ലോ. അപ്പോൾ അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഹനീഫ് അദേനിയാണ്, എഴുതിയിരിക്കുന്നതും ഹനീഫ് അദേനിയാണ്, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഷെരീഫ് മുഹമ്മദ്, ഇതിൽ സിനിമാറ്റോഗ്രാഫി ചന്ദ്രു സെൽവരാജ്, എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഷമീർ മുഹമ്മദ്, മ്യൂസിക് രവി ബസ്രൂർ. ഈ പറയപ്പെട്ട ഹനീഫ് അദേനി, ഷെരീഫ് മുഹമ്മദ്, ഉണ്ണി മുകുന്ദൻ, ചന്ദ്രു സെൽവരാജ്, ഷമീർ മുഹമ്മദ്, രവി ബസ്രൂർ, ഈ പറയപ്പെട്ട പേരുകൾ തീർച്ചയായും മെൻഷൻ ചെയ്യേണ്ട പേരുകളാണ്. ഈ പറയപ്പെട്ട 1, 2, 3, 4, 5, 6 പേരുകൾ ആണ് ഈ സിനിമൻ്റെ നട്ടെല്ല് പറയുന്നത്. അപ്പോൾ ആ പേരുകൾ പറഞ്ഞു പോവേണ്ടി തന്നെ വരും. കാരണം ഹനീഫ് അദേനി എന്ന് പറഞ്ഞ സംവിധായകൻ്റെ മുൻപത്തെ ചില സിനിമകൾ, പ്രത്യേകിച്ച് രാമചന്ദ്ര ബോസ് ആൻഡ് കമ്പനി, അതിന് മുമ്പുള്ള മിഖായിൽ തുടങ്ങിയ സിനിമകളൊക്കെ വലിയ പരാജയം നേരിട്ടിട്ടുള്ള സിനിമകളായിരുന്നു. അദ്ദേഹം ആദ്യം സംവിധാനം ചെയ്ത ദ ഗ്രേറ്റ് ഫാദർ എന്നുള്ള മമ്മൂക്ക സിനിമ നല്ല ഹിറ്റായിരുന്നു. നല്ല മമ്മൂട്ടിനെ ഏറ്റവും സ്റ്റൈലിഷായി പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ കൂടിയാണ് ഈ ഹനീഫ് അദേനി. ആ സിനിമ നല്ല, എനിക്ക് തോന്നുന്നു ഫാൻ ഷോ ഒക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് കണ്ട് വീണ്ടും ഫാൻ ഷോക്ക് ശേഷം ഒരു വട്ടം കൂടി പോയി കണ്ടിട്ടുള്ള സിനിമയാണ്. ഒരു നല്ല സിനിമയാണ് ദ ഗ്രേറ്റ് ഫാദർ. കാണാത്ത ആളുകളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. നല്ല കിടിലൻ സിനിമയാണ് ദ ഗ്രേറ്റ് ഫാദർ. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ചെയ്ത ചില സിനിമകളെല്ലാം പരാജയമായിരുന്നു. പിന്നീട് ഈ ഹനീഫ് അദേനിയുടെ ഒരു തിരിച്ചുവരവ് കണ്ട സിനിമയാണ് ഈ മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. അഭിനയിച്ചിരിക്കുന്നത് ഉണ്ണി മുകുന്ദൻ, സിദ്ദീഖ്, ജഗദീഷ്, കബീർ ദുഹാൻ സിംഗ്, അഭിമന്യു, ഷമ്മി തിലകൻ, ആൻസൺ പോള്, ഇഷാൻ ഷൗക്കത്ത്, യുക്തി തരേജ, ദ്രവ താക്കർ, ശ്രീജിത്ത് രവി, മാത്യു വർഗീസ്, ഷാജി ഷാഹിദ്, അജിത് കോശി തുടങ്ങിയവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ഒരു ഒപ്പീനിയൻ ഞാൻ മുമ്പ് പങ്കുവെച്ചതാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് സിനിമേൻ്റെ ഒരു വയലൻസിൻ്റെ ഒരു അതിപ്രസരത്തിനെ കുറിച്ച്. അതായത് അതിപ്രസരം മീൻസ്, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ല രീതിയിൽ വയലൻസ് ആസ്വദിച്ച് കാണുന്ന, ഞാനെന്തോ വലിയ വയലൻ്റ് ആയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ടൊന്നല്ല, വയലൻസ് കൂടുതലുള്ള സിനിമകൾ ഞാൻ തെരഞ്ഞു പിടിച്ച് കാണാറുണ്ട്. ഈ ടെറിഫയർ 1, 2, 3, സബ്സ്റ്റൻസ്, പിന്നെ ഇതുപോലുള്ള ഇനിയിപ്പോൾ ഈ അടുത്തിറങ്ങിയ ഫത്തേഹ്, ഇങ്ങനെ തുടങ്ങിയ വയലൻസ് നിറഞ്ഞിട്ടുള്ള കില്ലൊക്കെ ഞാൻ നല്ല രീതിയിൽ കണ്ട് ആസ്വദിച്ച്, കില്ലൊക്കെ എനിക്ക് തോന്നുന്ന ഒരു 4 5 തവണ ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ്. കാരണം കില്ല് എന്ന് പറഞ്ഞ സിനിമയൊക്കെ ആദ്യത്തെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ പടം മുഴുവൻ അടിയോടടിയും വയലൻസും തന്നെ. അപ്പോൾ അങ്ങനെ ഈ തരം സിനിമകൾ നല്ല രീതിയിൽ ആസ്വദിക്കുന്നത്. അതേപോലെ പഴയ റോങ് ടേൺ പോലുള്ള സിനിമകൾ, പിന്നെ ഫൈനൽ ഡെസ്റ്റിനേഷൻ പോലുള്ള സിനിമകൾ ഞാനെന്തോ അങ്ങനെ ആസ്വദിച്ച് മറക്കുക എന്നല്ല, നമ്മൾ ഒരു സിനിമയെ സമീപിക്കുന്ന സമയത്ത്, കോമഡി സിനിമയെ സമീപിക്കുന്ന സമയത്ത് അതിലുള്ള കോമഡി നമ്മൾ ആസ്വദിക്കും. കഥ ഉള്ള സിനിമേനെ, അല്ലെങ്കിൽ കുറച്ച് കണ്ടന്റിന് പ്രാധാന്യം കൊടുക്കുന്ന സിനിമയിലുള്ള കണ്ടന്റിന് നമ്മൾ എന്ത് ചെയ്യും, ആസ്വദിക്കും. കുറച്ച് ഫൈറ്റ് കൂടുതലുള്ള സിനിമേൻ്റെ ഫൈറ്റിന് നമ്മൾ ആസ്വദിക്കും. അതുപോലെ തന്നെയാണ് ഈ സിനിമേൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വയലൻസ് ആണ്. അപ്പോൾ ആ വയലൻസിന് നല്ല രീതിയിൽ ആസ്വദിക്കുക തന്നെ വേണം. ആ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലല്ല വയലൻസ് എങ്കിൽ മോസ്റ്റ് വയലൻസ് സിനിമ എന്നുള്ള ടാഗ് ലൈൻ കൊണ്ടൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിൽ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിച്ചൊരു സിനിമ തന്നെയാണ് മാർക്കോ. ഞാൻ ഇപ്പോൾ 2 വട്ടം കണ്ടു. ഇപ്പോൾ ഒന്ന് OTT റിലീസ് ചെയ്തതിന് ശേഷവും കണ്ടു, ZEE5 റിലീസ് ചെയ്തിട്ടുണ്ട്, അതിനു മുമ്പ് തിയേറ്ററിൽ ഇറങ്ങിയ സമയത്തും കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വയലൻസ് കൂടുതലുള്ള സിനിമകൾ നല്ല രീതിയിൽ ആസ്വദിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഈ സിനിമ നല്ല രീതിയിൽ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ ഞാൻ പറഞ്ഞ ഒരു ക്ലീഷേഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. പതിവ് നായകൻ വില്ലൻ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കഥയാണ്. നായകൻ്റെ കുടുംബവും വില്ലൻ്റെ കുടുംബവും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതിൽ മറ്റുള്ള സിനിമയെ അപേക്ഷിച്ച് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നല്ല വ്യത്യാസമുണ്ട്. നല്ല രീതിയിൽ വയലൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തുടക്കം മുതൽ ഉണ്ണിമുകുന്ദൻ്റെ എന്താ പറയുക, ഇൻട്രൊഡക്ഷൻ സീൻ തന്നെ ഒരു നായൻ്റെ വായ അങ്ങനെ വലിച്ച് കീറുന്നൊരു സീനായിട്ടാണ്. നായൻ്റെ വായ അങ്ങനെ വലിച്ച് കീറുന്ന അതൊരു സീൻ കാണിച്ചുകൊണ്ടാണ് ഉണ്ണിമുകുന്ദനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ. മൊത്തത്തിൽ ചോരയിൽ കുളിച്ചിട്ട് ആ ഒരു രീതിയിലൊരു ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ ആ ഇൻട്രൊഡക്ഷൻ സീൻ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് സിനിമ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതിനു മുമ്പേ ഈ ഉണ്ണിമുകുന്ദൻ്റെ അനിയൻ കഥാപാത്രത്തിനെ വില്ലനായിട്ടുള്ള അഭിമന്യു തിലകൻ അവതരിപ്പിച്ച കഥാപാത്രം ആസിഡിൽ മുക്കിക്കൊല്ലുന്നൊരു സീനുണ്ട്.
അപ്പോൾ ആ സീൻ തൊട്ടിട്ടേ തന്നെ ഈ സിനിമേൻ്റെ ഒരു വയലൻസ് എത്രത്തോളം ഉണ്ടാവും എന്നതിൻ്റെ ഒരു ചെറിയൊരു സൂചന നമുക്ക് തരുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ സിനിമേൻ്റെ കഥയിലേക്ക് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോവുകയും പിന്നീട് പതിയെ ഒരു ഹാഫ് ടൈമിനോട് ചേർന്ന് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും അതിൻ്റെ ഒരു ഫൈറ്റ് കൂടുതൽ അതിൻ്റെ ഒരു മോസ്റ്റ് വയലൻസ് ആയിട്ടുള്ളൊരു രീതിയിലേക്ക് പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു റിങ് എന്നുള്ള ഫൈറ്റൊക്കെ ഉണ്ട്. അതിലൊന്നും വലിയ രീതിയിൽ വയലൻസ് യൂസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല ഫൈറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ രവി ബസ്രൂർ ചെയ്ത ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. പ്രത്യേകിച്ച് ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജഗദീഷിന് കൊടുത്തിട്ടുള്ള. നിങ്ങൾ സിനിമ എടുത്ത് നോക്കിയാൽ സിനിമ മുഴുവൻ എടുത്ത് നോക്കിയാലും ജഗദീഷിന് കൊടുത്തിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ കിടിലനാണ്, അടിപൊളി. പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്കിങ്ങനെ തോന്നുന്നു, ഈ മ്യൂസിക് ഉണ്ണിമുകുന്ദൻ്റെ കഥാപാത്രത്തിന് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഈ മ്യൂസിക് നമ്മൾ പണ്ട് FIR സിനിമയെ കാണുന്ന സമയത്ത് FIR സിനിമയിൽ ആണ് ആദ്യമായിട്ടല്ല നമ്മൾ ഇത്രത്തോളം ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് FIR എന്നുള്ള സിനിമയിലാണ്. അപ്പോൾ ആ സിനിമയിൽ വില്ലന് കൊടുക്കുന്നൊരു മ്യൂസിക് ഉണ്ട്. അപ്പോൾ ആ മ്യൂസിക് കേട്ട സമയത്ത് അന്ന് തോന്നിയിരുന്നു ഈ മ്യൂസിക് എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് കൊടുത്തില്ല. അപ്പോൾ അതുപോലെ ഈ വില്ലൻ കഥാപാത്രമായിട്ടുള്ള പിന്നെ ജഗദീഷിന് കൊടുത്ത ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിടിലനായിട്ടുണ്ട്. ഈ സിനിമയിലെ ഏറ്റവും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉപയോഗിച്ചിരിക്കുന്നതും ഈ ജഗദീഷിൻ്റെ കഥാപാത്രത്തിന്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സിനിമ ഇങ്ങനെ പോകുന്ന സമയത്ത് പതിയാണ് പിന്നെ തൻ്റെ അനിയനെ കൊന്ന ആളുകളെ മാർഗോ കണ്ടുപിടിക്കുന്നതും ഈ ഹാഫ് ടൈമിനോട് ചേർന്നിട്ടാണ്. അതിനുശേഷം ഉണ്ടാകുന്നതാണ് വയലൻസിൻ്റെ അങ്ങേയറ്റം എന്ന് പറയുന്നത്. അത് കിടിലനായി ചെയ്തിട്ടുണ്ട്, പറഞ്ഞാൽ കിടിലനായി ചെയ്ത് വെച്ചിട്ട് ഹാഫ് ടൈമിലുള്ളൊരു ഫൈറ്റൊക്കെ അടിപൊളി ഫൈറ്റാണ്. നമ്മൾ എന്താ പറയുക, ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മലയാളത്തിൽ ഇത്രയും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ ഉണ്ണിമുകുന്ദന് മാത്രമേ സാധിക്കൂ. നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകും. അമ്മാതിരി ഫൈറ്റ്, അമ്മാതിരി സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ. എന്തുകൊണ്ട് മൂപ്പരെ ഇത്ര നല്ല രീതിയിൽ സ്ക്രീൻ പ്രസൻസ് കൊടുക്കുന്ന സിനിമകളിൽ പിന്നെ സംവിധായകർ സെലക്ട് ചെയ്യുന്നില്ല എന്നാണ്. മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമയിൽ ആ ഒരു കാട്ടുന്നുള്ള ഫൈറ്റ് സീക്വൻസിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ബോഡി എന്ന് പറയുന്നത് അമ്മാതിരി ബോഡിയാണ്, നല്ലൊരു കിടിലൻ ബോഡിയാണ്, കാണാൻ ലുക്കുള്ള ശരീരവും. അപ്പോൾ ആ ഒരു ബോഡിക്ക് കൃത്യമായി ചെയ്യാൻ പറ്റിയതെന്ന് പറയുന്നത് നല്ല ആക്ഷൻ സിനിമകളാണ്. അത് കൃത്യമായി ഈ സിനിമ അടിവരായിട്ട് പറയുന്നുണ്ട്. ഈ ഹാഫ് ടൈമിലൊക്കെ ഉള്ള ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കിടിലൻ ഫൈറ്റ്, ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ്. പിന്നെ അതിനുശേഷം അങ്ങോട്ടാണ് പിന്നെ സിനിമ ഭയങ്കര വയലൻസിൻ്റെ ലെവലിലേക്ക് ഇങ്ങനെ പോകുന്നത് തന്നെ. അപ്പോൾ ഏതായാലും സിനിമേൻ്റെ ഒരു ഹാഫ് ടൈമിനോട് ചേർന്നിട്ടാണ് സിനിമ കൃത്യമായി ലാൻഡ് ചെയ്യുന്നത്. അപ്പം അതിനുശേഷം പിന്നെ പറയേണ്ട ഇടി വെടി പോകാമെന്ന് പറയുമ്പോൾ വെറും ചോരക്കളി തന്നെ. പിന്നെ അത് മാത്രമല്ല, സിനിമേൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊത്തത്തിൽ നമ്മുടെ ഒരു KGF ചെയ്തതുപോലെ തന്നെ ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റാണ്. പല സമയത്തും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് കൂടുതലായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഹാഫ് ടൈമിലുള്ള ഫൈറ്റിലൊക്കെ കൃത്യമായി ഒരു വൈഡ് ഷോട്ടൊക്കെ ഉണ്ട്. അതിൽ കൃത്യമായ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് എടുത്ത് കാണിക്കുന്നുണ്ട്. എന്തോ ഭയങ്കര ഭംഗിയാണ് ആ ഷെയ്ഡിന്, ഭയങ്കര രസമാണ്. നമ്മുടെ ഈ ജോൺ വിക്ക് സിനിമയിലൊക്കെ കണ്ടതുപോലെ തന്നെ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ഒരു ഇംഗ്ലീഷ് സിനിമേൻ്റെ ടോണ് കാര്യങ്ങൾ അതൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ഈ സിനിമയിൽ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇങ്ങനെ വന്നിട്ട് ലാസ്റ്റിലൊരു 30 മിനിറ്റ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്ക് ഈ വില്ലന്മാരെ നായകനെ ഒന്ന് ചതച്ചരച്ച് കൊന്നിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു ഒരു വയലൻസ്. ഞാൻ പറയുന്നത് എന്താ പറയുക, ആരും തന്നെ OTT റിലീസ് ആയതുകൊണ്ട് എല്ലാവരും കാണാൻ ശ്രമിക്കും. എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട്, ഗേൾസ് കാണരുത്. പ്രത്യേകിച്ച് 15 വയസ്സിന് താഴെയുള്ള ഗേൾസ്, അതേപോലെ 10 വയസ്സിന് താഴെയുള്ള ബോയ്സ്, കുട്ടികളൊന്നും ചേർന്നിരുന്ന് ഈ സിനിമ കാണരുത്. ഇതൊരു അഭ്യർത്ഥനയായി കൂട്ടാണ് അഭ്യർത്ഥന. കാരണം ഒരു 30 ഇനി കാണുകയാണെങ്കിൽ തന്നെ നിങ്ങളൊരു ഹാഫ് ടൈം വരെ കണ്ടോ, അത് കഴിഞ്ഞ് നിർത്തുന്ന ഏറ്റവും നല്ലത്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞാൽ മുഴുവനായിട്ട് കാണാതെ ആരും എണീക്കില്ല. അതാണ് സിനിമേൻ്റെ ഒരു മാജിക്ക്. അപ്പോൾ ഏതായാലും പിന്നെ സിനിമേൻ്റെ ലാസ്റ്റത്തെ ഒരു 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വയലൻസ് എന്ന് പറഞ്ഞാൽ നെഞ്ഞത്ത് കല്ല് വെച്ച ആളുകൾ പോലും ഞെട്ടിപ്പോവും. അതൊരു വയലൻസ്, ഒരു രക്ഷയില്ലാത്ത വയലൻസ്. അതുകൊണ്ട് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ മുമ്പും ആ വീഡിയോയിൽ മുമ്പത്തെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമ കൃത്യമായിട്ടും 18+ അല്ലെങ്കിൽ 18 വയസ്സിന് മേലുള്ള ആളുകൾ കാണേണ്ട സിനിമയാണ്. ദയവ് ചെയ്ത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളോ പെണ്ണുങ്ങളോ ഈ സ്ത്രീകളോ കാണാതിരിക്കാൻ ശ്രമിക്കുക. വയലൻസ് കാണുന്ന സമയത്ത് പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ഒരിക്കലും കാണരുത്. അതുപോലെ ഈ വയലൻസ് കണ്ടാൽ പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന ആൾക്കാർ, പിന്നെ എന്താ പറയുക, വയലൻസ് ഇഷ്ടമില്ലാത്ത ആളുകൾ കാണാൻ നിൽക്കരുത്.
അത്രയും പ്രത്യേകിച്ച് ഒരു 30 മിനിറ്റ് കബീർ ദുഹാൻ സിംഗിൻ്റെ കഥാപാത്രം സൈറസ് എന്നുള്ള കഥാപാത്രം വന്നിട്ട് കാണിച്ച് കൂട്ടുന്നൊരു ഒരു സംഭവമുണ്ട്. അത് ഭയങ്കര മാരകം തന്നെ. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ ഫാമിലിനെ മൊത്തത്തിൽ എല്ലാവരെയും ആ ഫാമിലിയിൽ പെട്ട എല്ലാവരെയും വളരെ ക്രൂരമായിട്ട് എന്ന് പറഞ്ഞാൽ കൊല്ലുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഈ പിന്നെ വയലൻസ് ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് എങ്ങനെ അത് എടുക്കും, എങ്ങനെ അത് കാണും, കണ്ണ് തുറന്ന് കാണാൻ പറ്റുമോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലുള്ള വയലൻസാണ്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, ദയവ് ചെയ്ത് വയലൻസ് കണ്ടാൽ കണ്ണ് അടഞ്ഞു പോകുന്ന ആളുകൾ കാണാൻ ശ്രമിക്കരുത്. കാരണം അത്ര വയലൻ്റ് ആയിട്ടുള്ള സീനുകളാണ് ഈ ഒരു 30 മിനിറ്റ്. അപ്പം നമ്മളെ നായകന് ഈ വില്ലന്മാരെ ഒന്ന് അതുപോലെ ബ്രൂട്ടലായിട്ട് അവൻ കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന രീതിയിലാണ് സിനിമ ആ ഒരു 30 മിനിറ്റ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ക്ലൈമാക്സിൽ ഞാൻ പൊതുവെ ഈ സിനിമ കണ്ട റിവ്യൂസൊക്കെ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് അങ്ങ് കൊന്നു കളഞ്ഞതുപോലെ ഒരു എന്താ പറയുക, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണി സിനിമയിൽ അത്യാവശ്യം ടോർച്ചർ ചെയ്തിട്ടാണ് വില്ലന്മാരെ കൊല്ലുന്നത്. കാരണം ആ സിനിമയിലും ഇതുപോലെ തന്നെ വില്ലന്മാരൊന്ന് കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മളെ മനസ്സിലേക്ക് പിന്നെ കൊണ്ടുവരാൻ കഥയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിലെ ട്രീറ്റ്മെൻറ്റും വില്ലന്മാരെ ഒന്ന് കണ്ടുപിടിച്ചൊന്ന് കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മളെ മനസ്സ് തോന്നുന്ന രീതിയിലുള്ള വയലൻസ് കൊടുത്തിട്ടാണ് സിനിമ അവസാനത്തെ ഒരു 30 മിനിറ്റ് നമുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ളൊരു മരണം വില്ലന്മാർ അർഹിച്ചിരുന്നെങ്കിലും ഈസി ആയിട്ട് കൊല്ലുന്ന ഒരു രീതിയിലേക്കാണ് പോയത്. പിന്നെ അഭിമന്യു തിലകൻ്റെ ഹൃദയം വലിച്ചെടുക്കുന്ന ഒരു സീനുണ്ട്. അപ്പം ഇത് എന്താ പറയുക, അത്യാവശ്യം വയലൻ്റ് ആയിട്ട്. പക്ഷേ കബീർ ദുഹാൻ സിംഗ് ആണ് ഏറ്റവും നല്ല രീതിയിൽ, ഞാൻ കഥാപാത്രത്തിനാണ് പറയുന്നത്, അല്ലാതെ അദ്ദേഹത്തിനല്ല. ഈ സിനിമയിലെ കബീർ ദുഹാൻ സിംഗ് അവതരിപ്പിച്ച സൈറസ് എന്ന കഥാപാത്രമായിരുന്നു ശരിക്കും നല്ല രീതിയിലുള്ള മോസ്റ്റ് വയലൻസ് ഉള്ള ഒരു മരണം അറിയിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിനെ വളരെ ഈസി ആയിട്ട് കൊന്നുകളഞ്ഞു. എന്തോ എനിക്കത് അത്ര അക്സെപ്റ്റബിളായി തോന്നിയിട്ടില്ല. എന്നാൽ പക്ഷേ എന്തോ മൊത്തത്തിൽ സിനിമ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് കിടിലൻ സിനിമയാണ്. പ്രത്യേകിച്ച് ചില ഫൈറ്റുകൾ, അതിലൊരു സ്റ്റെയർ കേസിലുള്ളൊരു ഫൈറ്റൊക്കെ ഉണ്ട്. കിടിലൻ ഫൈറ്റ്. അതുപോലെ ഈ ഞാൻ പറഞ്ഞാൽ ഇവരെ വീട് അറ്റാക്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. ഏതായാലും ഞാൻ കൂടുതൽ ഇങ്ങനെ എല്ലാ ഫൈറ്റും ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നില്ല. ഫൈറ്റുകളൊക്കെ ഒന്നിനൊന്ന് മെച്ചം ഫൈറ്റുകളായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ചോരക്കളി തന്നെ മുഴുവൻ ചോര കൊണ്ടുള്ള ഒഴുക്കനെ എനിക്ക് തോന്നുന്നൊരു 500 ആളെയൊക്കെ ഇതിൽ മാർക്കോ കൊല്ലുന്നുണ്ട്. അത്രയും കൂടുതൽ ആൾക്കാർ കൊല്ലുന്നുണ്ട് ഇതിൽ. ഞാനൊരു അതിശയോക്തിയിൽ പറഞ്ഞത് എന്തായാലും ഒരു 150 പേരെങ്കിലും ഈ സിനിമയിൽ മാർക്കോ കൊല്ലുന്നുണ്ട് പല വിധത്തിൽ. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് സിനിമേൻ്റെ കിടപ്പ് എന്ന് പറയുന്നത്. സിനിമ കാണാത്തവരൊക്കെ ധൈര്യമായിട്ട് പോയി കാണാത്തവരെല്ലാവരും അല്ല, വയലൻസ് കണ്ടൻറ്റ് കണ്ടാൽ മനസ്സ് മരവിക്കാത്ത ആളുകൾ ധൈര്യമായി പോയി കണ്ടോളുക. ഇതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.